വെൽക്കം ടു യുവർ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എഴുതിയ ലെറ്റ് അമേരിക്ക ബി അമേരിക്ക അഗെയിൻ എന്ന് പറഞ്ഞ പോയമാണ്. ആദ്യം തന്നെ പോയറ്റിനെ കുറിച്ച് നോക്കാം. ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. ഹി വാസ് എ പോയറ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്, നോവലിസ്റ്റ്, പ്ലേറൈറ്റ് ആൻഡ് കോളംനിസ്റ്റ്. വാസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ ടു സപ്പോർട്ട് ഹിംസെൽഫ് ആസ് എ പ്രൊഫഷണൽ റൈറ്റർ. ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹം ഒരു പോയറ്റാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്, നോവലിസ്റ്റും പ്ലേറൈറ്റും കോളമിസ്റ്റും ഒക്കെയാണ്. അതുപോലെ തന്നെ എന്താണ് ഹാർലം റെനൈസൻസിൽ എന്താ പറയുക, അതിലുള്ള ഒരു ലീഡിങ് ഫിഗറും കൂടെ ആയിരുന്നു അദ്ദേഹം. ഹാർലം റെനൈസൻസ് എന്ന് പറഞ്ഞാൽ, ഹാർലം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ മ്യൂസിക്, ഡാൻസ്, ലിറ്ററേച്ചർ, ആർട്ട് അതിനൊക്കെ ഒരു ഉയർച്ച സംഭവിച്ചൊരു സമയമുണ്ടായിരുന്നു. ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ ലിറ്ററേച്ചർ അതുപോലെ അവരുടെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാം ഒന്ന് ഉയർന്നു വന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിനെയാണ് ഹാർലം റെനൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർലം റെനൈസൻസിൻ്റെ ഭാഗമായിരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയറ്റ് കൂടിയായിരുന്നു ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എന്ന് പറയുന്നത്. ലെറ്റ് അമേരിക്ക ബി അമേരിക്ക അഗെയിൻ വാസ് റിട്ടൺ ഡ്യൂറിങ് എ ട്രെയിൻ ജേർണി ഇൻ 1935. 1935 അദ്ദേഹം ഒരു ട്രെയിൻ യാത്രയിൽ എഴുതിയ പോയമാണ് ലെറ്റ് അമേരിക്ക ബി അമേരിക്ക അഗെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോയം എഴുതുന്നത് ഗ്രേറ്റ് ഡിപ്രഷൻ്റെ സമയത്തായിരുന്നു. ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് അമേരിക്ക ഫിനാൻഷ്യലി വളരെ തകർന്നു പോയൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം പോവർട്ടി, അതുപോലെ തൊഴിലില്ലായ്മ, അങ്ങനത്തെ ഉള്ള കുറേ ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനാണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ ഒരു സമയത്തും കൂടെയാണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതുന്നത്. ഇറ്റ് presents an unsparing account of how the dream of freedom and equality has been betrayed in America from its earliest years and at the same time is a passionate refusal to let it go of those ideals. അപ്പം നമ്മുടെ അമേരിക്കൻ ലിറ്ററേച്ചറിൽ മറ്റൊരു പോയമുണ്ട്. അത് എന്താണ്, ഐ ഹിയർ അമേരിക്ക സിംഗിങ് എന്നാണ് ആ പോയത്തിൻ്റെ പേര്. ആ ഒരു പോയത്തിൽ അമേരിക്കയുടെ വളരെ ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ഫ്രീഡത്തെക്കുറിച്ചും മറ്റുമാണ് ആ പോയത്തിൽ പറയുന്നത്. പക്ഷേ ഈ ഒരു പോയത്തിൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ വളരെ പുകഴ്ത്തി പറയുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് അവിടെ താമസിക്കുന്ന ആൾക്കാരെ ബിട്രേ ചെയ്ത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ചതിച്ചത് എന്നാണ് പറയുന്നത്. അമേരിക്ക എന്ന് പറയുമ്പം ലാൻഡ് ഓഫ് ലിബർട്ടി എന്നാണ്. അവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ ഉണ്ട്. അതെന്താണ് കാണിക്കുന്നത്? അവിടെയുള്ള ആൾക്കാർക്ക് ഉള്ള ഫ്രീഡം അല്ലെങ്കിൽ ഇക്വാലിറ്റി അതൊക്കെ നൽകുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അങ്ങനെ ഒരു രീതിയിലാണ് പോർട്രേ ചെയ്യപ്പെടുന്നത്. പക്ഷെ ശരിക്കും അമേരിക്ക എന്താ ചെയ്യുന്നത്? ആ ഒരു ഐഡിയൽസിനെ ആ ഐഡിയൽസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പോയം എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ ഐഡിയൽസ് ഓഫ് അമേരിക്ക വേഴ്സ് ഹാർഷ് റിയാലിറ്റീസ്. അമേരിക്കയുടെ ശരിക്കുമുള്ള കുറേ ഐഡിയൽസും അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ഹാർഷ് റിയാലിറ്റീസും ഒക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ കാണിക്കുന്നത്. പോയത്തിലേക്ക് കിടക്കാം. ലെറ്റ് അമേരിക്ക ബി അമേരിക്ക അഗെയിൻ. ലെറ്റ് അമേരിക്ക ബി അമേരിക്ക അഗെയിൻ. ലെറ്റ് ഇറ്റ് ബി ദ ഡ്രീം ഇറ്റ് യൂസ് ടു ബി. ആദ്യം തന്നെ പറയുകയാണ്, നമുക്ക് നല്ലൊരു അമേരിക്ക ഉണ്ടായിരുന്നു പണ്ട് അല്ലേ. പക്ഷെ ഇപ്പം ആ അമേരിക്ക അല്ല. ഒരുപാട് വ്യത്യാസങ്ങൾ ആ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്വപ്നം കണ്ട ആ ഒരു അമേരിക്കയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ലെറ്റ് ഇറ്റ് ബി ദ പൈനിയർ ഓൺ ദ പ്ലെയിൻ സീക്കിംഗ് എ ഹോം വെയർ ഹി ഹിംസെൽഫ് ഈസ് ഫ്രീ. അതായത് നമ്മുടെ മുൻഗാമികളൊക്കെ സ്വപ്നം കണ്ട പോലെ എല്ലാ മനുഷ്യർക്കും ഫ്രീഡം നൽകുന്ന ആ ഒരു ലാൻഡായിട്ട് നമുക്ക് അമേരിക്കയെ തിരിച്ചു വേണം. അതേസമയം അദ്ദേഹം പറയുന്നതാണ്, അമേരിക്ക നെവർ വാസ് അമേരിക്ക ടു മീ അല്ലേ. ഇപ്പം ആ അമേരിക്ക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അമേരിക്ക അല്ല. Let America be the dream the dreamers dreamed. Let it be the great, strong land of love, where never kings connive nor tyrants scheme that any man be crushed by one above. എല്ലാവരും സ്വപ്നം കണ്ട അല്ലേ, എല്ലാവരും സ്വപ്നം കണ്ട ആ ഒരു അമേരിക്കയായിട്ട് ഇപ്പോഴത്തെ അമേരിക്ക മാറണം. ലാൻഡ് ഓഫ് ലവ്, സ്നേഹം, എവിടെയും സ്നേഹം കാണാനായിട്ട് സാധിക്കുന്ന ഒരു അമേരിക്കയായിട്ട് അമേരിക്ക മാറണം. അവിടെ കിങ്സ് അതുപോലെ ടിറൻസും മനുഷ്യരെ ക്രഷ് ചെയ്യാത്ത നല്ലൊരു അമേരിക്ക നമുക്ക് വേണം. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇറ്റ് നെവർ വാസ് അമേരിക്ക ടു മീ അല്ലേ. ആ ഒരു അമേരിക്ക അല്ല ഇപ്പോഴത്തെ എൻ്റെ അമേരിക്ക എന്ന് പറയുന്നത്. ഓ ലെറ്റ് മൈ ലാൻഡ് ബി എ ലാൻഡ് വെയർ ലിബർട്ടി ഇസ് ക്രൗൺഡ് വിത്ത് നോ ഫോൾസ് പേട്രിയോട്ടിക് റീത്ത്, ബട്ട് ഓപ്പർച്യൂണിറ്റി ഈസ് റിയൽ ആൻഡ് ലൈഫ് ഈസ് ഫ്രീ, ഇക്വാലിറ്റി ഈസ് ഇൻ ദ എയർ വി ബ്രീത്ത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം നമ്മൾ അമേരിക്ക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അത് ലാൻഡ് ഓഫ് ലിബർട്ടിയാണ്, ലിബർട്ടിയുടെ ലാൻഡാണ്. അല്ലെങ്കിൽ അവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി സിംബലൈസ് ചെയ്യുന്ന അവിടെയുള്ള ആൾക്കാർക്കും ആ ഒരു ലിബർട്ടി നൽകുന്നുണ്ടെന്നാണ്.
പക്ഷെ എന്താണ് ശരിക്കും അവിടെ ഒരു ഫാൾസ് പേട്രിയോട്ടിസമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അമേരിക്ക എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അമേരിക്ക നൽകുന്ന ആ ഒരു ഐഡിയൽസും അവിടെ നടക്കുന്ന റിയാലിറ്റിയും തമ്മിൽ എന്താണ് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ഫാൾസ് പേട്രിയോട്ടിസം അമേരിക്കയോട് കാണിക്കരുത്. പകരം എന്താണ് അവിടെ വേണ്ടത്? എല്ലാ മനുഷ്യർക്കും ഓപ്പർച്യൂണിറ്റീസ്, എല്ലാത്തിനുമുള്ള അവസരങ്ങൾ നൽകണം. അതുപോലെ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ലൈഫ് എന്ന് പറയുന്നത് ഫ്രീഡം ഉണ്ടായിരിക്കണം. അതുപോലെ എല്ലാ മനുഷ്യർക്കും ഈക്വലായിട്ട് എല്ലാ മനുഷ്യരെയും ട്രീറ്റ് ചെയ്യണം. ഇക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവർ ശ്വസിക്കുന്ന എയറിൽ പോലും എന്താണ് ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ദർ ഇസ് നെവർ ബീൻ ഇക്വാലിറ്റി ഫോർ മീ നോർ ഫ്രീഡം ഇൻ ദിസ് ഹോംലാൻഡ് ഓഫ് ദ ഫ്രീ. എന്നിട്ട് അദ്ദേഹം പറയുവാണ്, ഇക്വാലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു മനസ്സിന് എന്താണ് ഇപ്പം അവിടെ ഇക്വാലിറ്റി കിട്ടുന്നുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് ഒരിക്കലും എന്താണ് അദ്ദേഹത്തിന് ഒരിക്കലും ഈ ഒരു ഇക്വാലിറ്റിയും ഫ്രീഡവും ഒന്നും ഇപ്പോഴത്തെ അമേരിക്കയിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. സേ ഹൂ ആർ യു ദാറ്റ് മംബിൾസ് ഇൻ ദ ഡാർക്ക് ആൻഡ് ഹൂ ആർ യു ദാറ്റ് ഡ്രോസ് യുവർ വെയിൽ അക്രോസ് ദ സ്റ്റാർസ്. എന്നിട്ട് അദ്ദേഹം ആരോ ചോദിക്കുകയാണ്, ആരാണ് അവിടെ നിന്ന് പെറുപിറുക്കുന്നത്, ആരാണ് ഇതെല്ലാം അവിടെ നിന്ന് സംസാരിക്കുന്നതെന്ന് ഒരാൾ ചോദിക്കുകയാണ്. പിന്നീട് ഇനി കാണാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ആ ഒരു സൊസൈറ്റി, അമേരിക്കൻ സൊസൈറ്റിയിൽ ഒപ്രസ്ഡായിട്ട് അല്ലെങ്കിൽ ഒപ്രഷൻ അനുഭവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, അവരെ റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കുകയാണ് നമ്മുടെ പോയിറ്റ്. അമേരിക്കൻ സൊസൈറ്റിയിൽ ഒപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന എ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പോയിറ്റ് സംസാരിക്കുകയാണ്. ആരൊക്കെയായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്? ഐ ആം ദ പുവർ വൈറ്റ് ഫൂൾഡ് ആൻഡ് പുഷ്ഡ് അപ്പാർട്ട്. ഐ ആം ദ നീഗ്രോ ബിയറിംഗ് സ്ലേവറി സ്കാർസ്. ഐ ആം ദ റെഡ് മാൻ ഡ്രിവൺ ഫ്രം ദ ലാൻഡ്. ഐ ആം ദ ഇമിഗ്രൻറ്റ് ക്ലച്ചിങ് ദ ഹോപ്പ് ഐ സീക്ക് ആൻഡ് ഫൈൻഡിങ് ഓൺലി ദ സെയിം ഓൾ സ്റ്റുപ്പിഡ് പ്ലാൻ ഓഫ് ഡോഗ് ഈറ്റ് ഡോഗ് ഓഫ് മൈറ്റി ക്രഷ് ദ വീക്ക്. ആരൊക്കെയാണ്? അതൊരു വൈറ്റ് സൊസൈറ്റിയാണ്. പക്ഷേ എങ്കിൽ പോലും എന്താണ് അവിടെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പം ആ വൈറ്റ് പീപ്പിളിൻ്റെ ഇടയിൽ തന്നെ പുവർ ആയിട്ടുള്ള വൈറ്റ് പീപ്പിൾ ഉണ്ടായിരിക്കുമല്ലോ, അവരെ ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എന്താണ് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പം ആ പുവർ വൈറ്റ് പീപ്പിൾ ആണ് ഞാൻ, അല്ലെങ്കിൽ ആ പുവർ വൈറ്റ് മാൻ ആണ് ഞാൻ. അതുപോലെ എന്താണ് സ്ലേവറിയുടെ സ്കാർസ് ഉള്ള നീഗ്രോയാണ് ഞാൻ. സ്ലേവറി അടിമത്തത്തിൻ്റെ മുറിവുകളുള്ള നീഗ്രോയാണ് ഞാൻ. ഐ ആം ദ റെഡ് മാൻ ഡ്രിവൺ ഫ്രം ദ ലാൻഡ്. റെഡ് മാൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നേറ്റീവ് അമേരിക്കൻസ്, അമേരിക്കയിൽ ജനിച്ച് വളർന്ന ആൾക്കാർ, അവരാണ് റെഡ് മാൻ ആണ്. അവരെന്ത് ചെയ്തു? അവിടെ നേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം അവിടെ നിന്നും ഓടിച്ചു വിട്ടു. ആ റെഡ് മാൻ ആണ് ഞാൻ. ഐ ആം ദ ഇമിഗ്രൻറ്റ് ക്ലച്ചിങ് ദ ഹോപ്പ് ഐ സീക്ക്. പിന്നീട് ആരെയാണ് ഇദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇമിഗ്രൻസിൻ്റെ സ്വന്തം രാജ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് കുടിയിറക്കപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കും. അവരെ അമേരിക്കയിലേക്ക് ആ ഒരു പ്രതീക്ഷയോടെയാണ് വരുന്നത്. ലാൻഡ് ഓഫ് ലിബേർട്ടിയാണ്. ആൾക്കാർക്ക് ഫ്രീഡവും ലിബേർട്ടിയും നൽകുന്ന ഒരു ലാൻഡാണ്. അവിടെ തങ്ങൾക്കും ഈ ഒരു ഫ്രീഡം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അമേരിക്കയിലേക്ക് വന്ന ഒരു കൂട്ടം ഇമിഗ്രൻസ് ഉണ്ട്. അവരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അത്രയും പ്രതീക്ഷയോടെ വന്ന ആ ഇമിഗ്രൻസിന് അവിടെ എന്താണ് കാണാനായിട്ട് സാധിച്ചത്? ആൻഡ് ഫൈൻഡിങ് ഓൺലി ദ സെയിം ഓൾഡ് സ്റ്റുപ്പിഡ് പ്ലാൻ ഓഫ് ഡോഗ് ഈറ്റ് ഡോഗ് ഓഫ് മൈറ്റി ക്രഷ് ദ വീക്ക്. അവിടെയുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? കോമ്പറ്റീഷനാണ് അല്ല, പവറിന് വേണ്ടിയിട്ട്, മണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് അവർക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ്. അവിടെ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കോമ്പറ്റീഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആ കോമ്പറ്റീഷനിടയിൽ അവരെന്താ ചെയ്യുന്നത്? ഓഫ് മൈറ്റി ക്രഷ് ദ വീക്ക്, അല്ലേ? പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ വീക്കായിട്ടുള്ള ആൾക്കാരെ ക്രഷ് ചെയ്ത് ഒരു സ്ഥലത്ത് മാറ്റി നിർത്തുന്നു. അതാണ് ഈ ഇമിഗ്രൻസിന് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ പറയുന്ന ആരാണ്? ഐ ആം ദ യങ് മാൻ ഫുൾ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഹോപ്പ് ടാങ്കിൾഡ് ഇൻ ദ ഏൻഷ്യൻറ്റ് എൻഡ്ലെസ് ചെയിൻ ഓഫ് പ്രോഫിറ്റ് പവർ ഗെയിൻ ഓഫ് ഗ്രാബ് ദ ലാൻഡ് of grab the gold, of grab the ways of satisfying need, of work the men, of take the pay, of owning everything for one's own greed. പിന്നെ എന്താണ്? അവിടുത്തെ യങ് പീപ്പിളിനെയാണ് പറയുന്നത്. അവിടുത്തെ യങ് പീപ്പിളിന് എന്താണ്? ആ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്, അല്ലേ? ആ അമേരിക്കയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്ന അല്ലെ ഒരു മനുഷ്യരാണ് യങ് ആയിട്ടുള്ള അവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത്. പക്ഷെ എന്താണ്? അവർ കുറച്ച് അല്ലെങ്കിൽ അവരൊരു ചെയിനിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ്. എന്തിൻ്റെ ചെയിനിലാണ്? പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ള, പവറിന് വേണ്ടിയിട്ടുള്ള, ലാൻഡിന് വേണ്ടി, ഗോൾഡിന് വേണ്ടി, അതുപോലെ സ്വന്തം ആവശ്യങ്ങൾ
അല്ലെ സ്വന്തം അത്യാഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും പുറകെയാണിപ്പം ഈ യങ് ആയിട്ടുള്ള പീപ്പിള്. അവരെന്താണ് ആ ഒരു എന്താണ് അത്യാർത്തിയുടെ ചെയിനിൽ കുരുങ്ങിക്കിടക്കുകയാണ്. സോ എന്താണ് ആ ആ ഒരു യങ് പീപ്പിളിനെയും ഇദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. കാരണം അവിടെയുള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ട് ആണ് അവിടുത്തെ യങ് ജനറേഷനും അത് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ യങ് പീപ്പിളിനെ ഇദ്ദേഹം അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആരെയൊക്കെയാണ് പറയുന്നത്? ഐ ആം ദ ഫാർമർ ബോൺസ്മാൻ ടു ദ സോയിൽ, അല്ല മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനാണ് ഞാൻ. ഐ ആം ദ വർക്കർ സോൾ ടു ദ മെഷീൻ, അല്ല മെഷീൻ ഉദ്ദേശിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കമ്പനികളിലൊക്കെ ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്ന വർക്കറാണ്. ഐ ആം ദ നീഗ്രോ സെർവൻറ്റ് ടു യു ഓൾ, അല്ല നിങ്ങൾക്കെല്ലാം ദ സെർവൻ്റ് ആയിരിക്കുന്ന നീഗ്രോയാണ് ഞാൻ. ഐ ആം ദ പീപ്പിൾ ഹംബിൾ ഹംഗറി മീൻ ഹംഗറി യെറ്റ് ടുഡേ ഡിസ്പൈറ്റ് ദ ഡ്രീം, അല്ലേ അവിടെ എന്താണ് വിശന്ന് വലിയുന്ന ആ ഒരു പാവപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. ആ ഒരു മനുഷ്യരുടെ കയ്യിൽ എന്താണ് മിച്ചമുള്ളത്? ഈ അമേരിക്കൻ ഡ്രീം മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് റിയാലിറ്റിയിൽ എന്താണ്? വിശപ്പും ദാരിദ്ര്യവും മാത്രമാണുള്ളത്. ഈ ബീറ്റൺ യെറ്റ് ടുഡേ ഓ പൈനിയേഴ്സ്, ഐ ആം ദ മാൻ ഹൂ നെവർ ഗോട്ട് അഹെഡ്, ദ പുവറസ്റ്റ് വർക്കർ ബാറ്റേഡ് ത്രൂ ദ ഇയേഴ്സ്. ഞാൻ പിന്നെ ആരാണ്? അവിടുത്തെ പുവറസ്റ്റ് ആയിട്ടുള്ള വർക്കറാണ്, അല്ലെ എപ്പോഴും പിന്തള്ളപ്പെട്ട, ഒരിക്കൽ പോലും മുന്നിലേക്ക് വരാൻ സാധിക്കാത്ത ആ പാവപ്പെട്ട വർക്കറാണ് ഞാൻ. യെറ്റ് ഐ ആം ദ വൺ ഹൂ ഡ്രംഡ് അവർ ബേസിക് ഡ്രീം ഇൻ ദ ഓൾഡ് വേൾഡ് വൈൽ സ്റ്റിൽ എ സർഫ് ഓഫ് കിങ്സ് who dreamt a dream so strong, so brave, so true, that even yet its mighty daring sings in every brick and stone, in every furrow turned, that's made America the land it has become. പിന്നെ ഇവരുടെയൊക്കെ ഫോർ ഫാദേഴ്സിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അതായത് രാജാവിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ആ ഒരു സമയം മുതൽ എന്താണ് ഈ അമേരിക്ക കെട്ടിപ്പടുക്കുന്നത് വരെ, അല്ല ഫോർ ഫാദേഴ്സാണ് ഈ അമേരിക്കയെ എന്താണ് കെട്ടിപ്പടുത്തത്, അല്ല അവരുടെ ആ ഒരു ചോരയും നീരുമൊക്കെയാണ് ആ ഒരു അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. അപ്പം അന്ന് ആ ഒരു രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെന്താണ് മനസ്സിലാഗ്രഹിച്ചിരുന്നത്? ഇതൊരു ഫ്രീഡത്തിൻ്റെ ലാൻഡാണ്, അല്ലെങ്കിൽ ഇതൊരു ഇക്വാളിറ്റിയുടെ രാജ്യം അല്ലെങ്കിൽ നാടായിട്ട് തീരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് അവർ ഈ അമേരിക്കയെ കെട്ടിപ്പടുത്തത്. പക്ഷെ എന്താണ് അവരാണ് ആ ഒരു അമേരിക്ക എന്നുള്ള രാജ്യമാക്കി തീർത്തത്. പക്ഷെ എന്താണ് കാലക്രമേണ എന്താണ് അമേരിക്ക ചേഞ്ച് ആയിക്കൊണ്ടിരുന്നു. Oh, I am the man who sailed those early seas in search of what I meant to be my home. For I am the one who left dark Ireland's shore and Poland's plain and England's grassy lea, and torn from black Africa's strand, I came to build a homeland of the free. പിന്നെന്താണ് പല പ്രതീക്ഷകളോടെ ഈ ഫ്രീഡത്തിൻ്റെ ഹോംലാൻഡിലേക്ക് വന്ന ഇമിഗ്രൻസിനെ കുറിച്ചാണ് പറയുന്നത്. എവിടെ നിന്നൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ആൾക്കാർ? പല കടലുകൾ താണ്ടി, അതുപോലെ അയർലൻഡിൽ നിന്നും പോളണ്ടിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ എന്താണ് ഒരുപാട് ആൾക്കാർ ഈ ഫ്രീഡത്തിൻ്റെ ഹോംലാൻഡിലേക്ക് എന്താണ് ആ ഒരു ലിബേർട്ടി തേടി എത്തിയിട്ടുണ്ട്. പക്ഷെ എന്താണ് അവരെല്ലാം ഡിസപ്പോയിൻറ്റഡ് ആയി പോവുകയാണ് ചെയ്തത്. ദ ഫ്രീ, who said the free? Not me, surely not me. The millions on relief today, the millions shot down when we strike, the millions who have nothing for our pay. For all the dreams we have dreamed, and all the songs we have sung, and all the hopes we have held, and all the flags we have hung, the millions who have nothing for our pay, except the dream that almost dead today. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫ്രീഡമോ? ആരാണ് ഇവിടെ ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞത്? ഞാനല്ല, അല്ലേ? ഉറപ്പായിട്ടും ഞാനല്ല ഇവിടെ ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അദ്ദേഹം എന്താണ് രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട കുറേ മില്യൺസ് ഓഫ് പീപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? രാജ്യത്തിന് വേണ്ടി മരണം കൈവരിക്കപ്പെട്ട ആൾക്കാർ, അതുപോലെ ഒരു പ്രതിഫലവും കൂടാതെ രാജ്യത്തിന് വേണ്ടി പണിയെടുത്ത ആൾക്കാർ, രാജ്യത്തിന് വേണ്ടി സ്വപ്നം കണ്ട ആൾക്കാർ, രാജ്യത്തിന് വേണ്ടി പാട്ടുകൾ പാടിയ ആൾക്കാർ, രാജ്യത്തിൻ്റെ വളർച്ചയെ അല്ലേ പ്രതീക്ഷയോടെ നോക്കി കണ്ടിരുന്ന ആൾക്കാർ, അതുപോലെ രാജ്യത്തിന് വേണ്ടി കൊടി പിടിച്ച ആൾക്കാർ, അങ്ങനെ മില്യൺസ് ഓഫ് പീപ്പിൾ അവരൊരു പ്രതിഫലവും ആഗ്രഹിച്ചല്ല ഇതെല്ലാം ചെയ്തത്, അല്ലേ? അമേരിക്ക എന്ന് പറയുന്ന അവരുടെ നേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവരിതെല്ലാം ചെയ്തത്. പക്ഷേ എങ്കിലും എന്താണ് അവരുടെ ആ ഒരു സ്വപ്നം ഇന്നെന്താണ് ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Oh, let America be America again, the land that never has been yet, and yet must be the land where every man is free. അവരെ എങ്ങനത്തെ ഒരു അമേരിക്കയാണ് ആഗ്രഹിക്കുന്നത്? ഇതുവരെ അമേരിക്ക എന്താണ് വളരെ അഴിമതികൾ നിറഞ്ഞ ഒരു അമേരിക്കയാണ് ഇപ്പോൾ ഉള്ളത്.
അത് മാറി എന്താണ് പഴയ അമേരിക്ക, എല്ലാവർക്കും ഇക്വാലിറ്റിയും ഫ്രീഡവും നൽകുന്ന അമേരിക്ക തിരിച്ചു വരണം. അവിടെ എല്ലാ മനുഷ്യർക്കും എന്താണ് ഫ്രീഡം ഉറപ്പുവരുത്തണം. ദ ലാൻഡ് ദാറ്റ്സ് മൈൻ, ദ പുവർ മാൻസ്, ഇന്ത്യൻസ്, നീഗ്രോസ്, me who made America, whose sweat and blood, whose faith and pain, whose hand at the foundry, whose plow in the rain, must bring back our mighty dream again. അല്ലേ, ആ ഒരു ഫ്രീഡമുള്ള അമേരിക്ക എന്ന് പറയുന്നത് ആരുടെയൊക്കെയാണ്? എല്ലാവരുടെയുമാണ്. അത് ഈ പോയിറ്റിൻ്റെയാണ്. അതുപോലെ അവിടെ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെയാണ്. അവിടുന്ന് ഓടിച്ചു വിട്ട നേറ്റീവ്സിൻ്റെയാണ്. അവിടെ പണിയെടുക്കുന്ന അല്ലെങ്കിൽ സ്ലേവ്സ് ആയിട്ട് കഷ്ടപ്പെടുന്ന നീഗ്രോസിൻ്റെയാണ്. അവരുടെ എല്ലാമാണ് ആ അമേരിക്ക എന്ന് പറയുന്നത്. ആ അമേരിക്ക ഇവരെല്ലാം, അല്ലെങ്കിൽ ഇവരുടെ ഫോർഫാദേഴ്സാണ് എന്താണ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. അവരുടെ എന്താണ് വിയർപ്പും രക്തവും വിശ്വാസവും വേദനയും ഒക്കെയാണ് ആ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. സോ എന്താണ് ആ ഒരു രാജ്യത്തെ, അല്ലെങ്കിൽ അമേരിക്കൻ ഡ്രീം എന്താണ് റിയാലിറ്റിയിൽ കൊണ്ടുവരണമെന്നാണ് പോയിറ്റ് ആഗ്രഹിക്കുന്നത്. Sure, call me an ugly name you choose. The steel of freedom does not stain from those who live like leeches on the people's lives. We must take back our land again and again, America. നിങ്ങൾക്ക് എന്താണ്, ഞാൻ ഇത് പറയുക തന്നെ ചെയ്യും, അല്ലേ? നിങ്ങൾക്ക് എന്നെ എന്ത് മോശം പേര് വേണമെങ്കിലും വിളിക്കാം. പക്ഷെ എന്താണ് ഈ അമേരിക്ക, ലീച്ചസ് എന്ന് പറഞ്ഞാൽ അട്ടകളാണ്, അല്ലേ? അമേരിക്കയുടെയും അവിടുത്തെ ജനങ്ങളുടെയും രക്തം ഊറ്റി കുടിക്കുന്ന ആ ഒരു അട്ടകളുടെ കയ്യിൽ നിന്നും എന്താണ് ഈ രാജ്യത്തെ തിരിച്ച് നേടിയെടുക്കണം. അതാണെന്ത് ഈ പോയിറ്റിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഓ യെസ്, ഐ സേ ഇറ്റ് പ്ലെയിൻ, അല്ലേ? ഞാനത് വളരെ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങളോട് പറയുന്നു. അമേരിക്കൻ നെവർ വാസ് അമേരിക്ക ടു മീ ആൻഡ് യെറ്റ് ഐ സ്വെയർ ദിസ് ഓത്ത് അമേരിക്ക വിൽ ബി. എന്നിട്ട് അദ്ദേഹം പറയണേ, അല്ലേ, ഇപ്പം കാണുന്ന അമേരിക്ക എന്ന് പറയുന്ന ഒരിക്കലും എന്താണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന അമേരിക്കയേ അല്ല. എങ്കിലും എന്താണ് ഞാൻ എന്താണ് പ്രോമിസ് ചെയ്യുന്നു, എന്ത് ആ നല്ല അമേരിക്ക എന്താണ് വീണ്ടും തിരിച്ചു കൊണ്ടുവരും, അല്ലേ? ആ അമേരിക്കയെ തിരിച്ചു ആ പഴയ അമേരിക്ക എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും അമേരിക്കയെ തിരിച്ചു കൊണ്ടുവരും എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ഔട്ട് ഓഫ് ദ റാക്ക് ആൻഡ് റൂയിൻ ഓഫ് അവർ ഗാങ്സ്റ്റർ ഡെത്ത്, ദ റേപ്പ് ആൻഡ് റോട്ട് ഓഫ് ഗ്രാഫ്റ്റ് ആൻഡ് സ്റ്റെൽത്ത് and lies, we the people must redeem the land, the mines, the plants, the rivers, the mountains and the endless plain, all the stretch of these great green states, and make America again. അപ്പോൾ എന്താണ് ഇവരുടെ ഈ ഒരു വിഭാഗം അവരെന്തൊക്കെ ക്രൂരതകളായിരിക്കും അനുഭവിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലേ? അവർ ഒത്തിരി ആൾക്കാരെ, ഇവരുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാരെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവരെ പല കള്ളത്തരങ്ങളും പറഞ്ഞ് അവരെ ചതിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടാണ് കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ താമസിക്കുന്നത്. എങ്കിലും അവരാഗ്രഹിക്കുന്നത്, ഈ പോയിറ്റ് ഉൾപ്പെടുന്ന ആ ഒരു വിഭാഗം ആഗ്രഹിക്കുന്ന എന്താണ് ആ ഒരു നല്ല അമേരിക്ക, ആ ഒരു രാജ്യത്തെ അവർ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഈ കഷ്ടപ്പാടിൻ്റെ എല്ലാം ഇടയിൽ. അപ്പോൾ ആ ഒരു നല്ല അമേരിക്കയുടെ തിരിച്ചു വരവിനായിട്ടാണ് ഈ പോയിറ്റ് ഉൾപ്പെടുന്ന ആ ഒരു സൊസൈറ്റി ആഗ്രഹിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ പോയം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.